ശാന്തി 8-5-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഓർമ്മയുടെ ബലം ശേഖരിക്കപ്പെടും. ഓർമ്മയുടെ ബലത്തിലൂടെ നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിൻ്റെയും രാജ്യം നേടുവാൻ സാധിക്കും. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ ഇല്ലാതിരുന്ന ഏതൊരു കാര്യമാണ് ഇപ്പോൾ പ്രാക്ടിക്കലി നടന്നിരിക്കുന്നത്? ഉത്തരം: നിങ്ങളുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഇതുണ്ടായിരുന്നില്ല. നമ്മൾ ഭഗവാനിൽ നിന്നും രാജയോഗം പഠിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാകും, രാജപദവിക്ക് വേണ്ടി പഠനം പഠിക്കും എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് അളവറ്റ സന്തോഷമുണ്ട്. സർവശക്തിവാനായ ബാബയിൽ നിന്നും ശക്തിയെടുത്ത് നമ്മൾ സത്യയുഗി സ്വരാജ്യ അധികാരി ആകുന്നു. ഓം ശാന്തി. ഇവിടെ പുത്രിമാർ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഇരിക്കുന്നു. വാസ്തവത്തിൽ ആരാണോ ദേഹി അഭിമാനിയായി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അവരാണ് ഇവിടെ ഗദ്ദിയിൽ ഇരിക്കേണ്ടത്. ഓർമ്മയിൽ ഇരിക്കുന്നില്ലെങ്കിൽ അവരെ ടീച്ചർ എന്ന് പറയുവാൻ സാധിക്കില്ല. ഓർമ്മയിൽ ശക്തിയുണ്ട്, ജ്ഞാനത്തിൽ ശക്തിയില്ല. ഇതിനെ പറയുന്നത് തന്നെ ഓർമ്മയുടെ ബലം എന്നാണ്. യോഗബലം എന്നത് സന്യാസിമാരുടെ വാക്കാണ്. ബാബ ഡിഫിക്കൽട്ടായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ. ചെറിയ കുട്ടികൾ മാതാപിതാക്കളെ ഓർമ്മിക്കുന്നുവല്ലോ, അത് ദേഹധാരിയാണ്. കുട്ടികളായ നിങ്ങൾ വിചിത്രമാണ്. ഈ ചിത്രം, അതായത് ശരീരം, ഇവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ വിചിത്ര ദേശത്ത് വസിക്കുന്നവരാണ്. അവിടെ ചിത്രം ഉണ്ടായിരിക്കുന്നില്ല. ഏറ്റവും ആദ്യം നമ്മൾ ആത്മാവാണ് എന്നത് ഉറപ്പിക്കണം. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയാകൂ. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തൂ. നിങ്ങൾ നിർവാണ ദേശത്ത് നിന്നും വന്നിരിക്കുന്നു. അത് നിങ്ങളെല്ലാ ആത്മാക്കളുടെയും വീടാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാനാണ് വരുന്നത്. ആദ്യം ആരാണ് വരുന്നത്? ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ലോകത്തിൽ ഈ ജ്ഞാനമുള്ള ആരും തന്നെയില്ല. ഇപ്പോൾ ബാബ പറയുന്നു, ശാസ്ത്രങ്ങൾ തുടങ്ങിയ എന്തെല്ലാം പഠിക്കുന്നുവോ അവയെല്ലാം മറക്കൂ. കൃഷ്ണന്റെ മഹിമയും ഇന്നയാളുടെ മഹിമയുമെല്ലാം എത്ര ചെയ്തു? ഗാന്ധിയുടെയും എത്ര മഹിമയാണ് ചെയ്യുന്നത്? അദ്ദേഹം രാമരാജ്യം സ്ഥാപിച്ചിട്ട് പോയ പോലെ. എന്നാൽ ശിവഭഗവാൻ ഉവാച, ആദി സനാതന രാജാറാണിയുടെ രാജ്യത്തിൻ്റെ ഏതൊരു നിയമം ഉണ്ടായിരുന്നുവോ ബാബയാണ് രാജയോഗം പഠിപ്പിച്ച് രാജാറാണിയാക്കിയത്. ആ ഈശ്വരീയ ആചാര രീതികളെ ലംഘിച്ചു. രാജപദം ആവശ്യമില്ല, നമുക്ക് പ്രജയുടെ രാജ്യമാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു? ദുഃഖം തന്നെ ദുഃഖമാണ്. അടിവഴക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അനേകം മതങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് രാജ്യം നേടുന്നു. അവിടെ സൈന്യമോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. അത്രയും ശക്തി നിങ്ങളിൽ ഉണ്ടായിരിക്കും. ഭയത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു, അദ്വൈത രാജ്യമായിരുന്നു. കൈതട്ടി ശബ്ദമുണ്ടാക്കാൻ 2 ഉണ്ടായിരുന്നില്ല. അതിനെ പറയുന്നത് തന്നെ അദ്വൈത രാജ്യം എന്നാണ്. കുട്ടികളായ നിങ്ങളെ ബാബ ദേവതയാക്കി മാറ്റുന്നു. പിന്നീട് രാവണനിലൂടെ, ദ്വൈതത്തിലൂടെ ദൈത്യരായി, അസുരന്മാരായി മാറുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നു, നമ്മൾ ഭാരതവാസികൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ രാജ്യം ഓർമ്മയുടെ ബലത്തിലൂടെയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൽപ്പം തോറും ലഭിക്കുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ മാത്രം. പഠനത്തിലും ബലമുണ്ട്. ബാരിസ്റ്റർ ആകുമ്പോൾ ബലമുണ്ടല്ലോ, അതാകട്ടെ ചില്ലി കാശിൻ്റെ ബലമാണ്. നിങ്ങൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കുന്നു.
സർവശക്തിമാനായ ബാബയിൽ നിന്നാണ് ബലം ലഭിക്കുന്നത്. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ കൽപ്പം തോറും അങ്ങിൽ നിന്നും സത്യയുഗത്തിൻ്റെ സ്വരാജ്യം നേടുന്നു, പിന്നീട് നഷ്ടപ്പെടുത്തുന്നു, വീണ്ടും നേടുന്നു. നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് ശ്രേഷ്ഠമായ വിശ്വത്തിൻ്റെ രാജ്യം നേടുന്നു. വിശ്വവും ശ്രേഷ്ഠമായി മാറുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോഴാണുള്ളത്. ഈ ലക്ഷ്മിനാരായണന്മാർക്കും നമ്മൾ രാജപദവി എങ്ങനെ നേടി എന്ന ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നിങ്ങൾ പഠിക്കുന്നു, പിന്നീട് പോയി രാജ്യം ഭരിക്കുന്നു. ആരെങ്കിലും നല്ല ധനവാന്റെ വീട്ടിൽ ജന്മം എടുക്കുന്നുവെങ്കിൽ ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുവല്ലോ. എങ്ങനെയുള്ള കർമ്മമോ അങ്ങനെയുള്ള ജന്മം ലഭിക്കുന്നു. ഇപ്പോൾ ഇത് രാവണ രാജ്യം തന്നെയാണ്. ഇവിടെ ഏതൊരു കർമ്മം ചെയ്യുന്നുവോ അത് വികർമ്മമാകുന്നു. പടവുകൾ ഇറങ്ങുക തന്നെ വേണം. ഏറ്റവും വലിയ ഉയർന്നതിലും ഉയർന്ന ദേവീ ദേവത ധർമ്മത്തിലുള്ളവർക്കും പടികൾ ഇറങ്ങേണ്ടതുണ്ട്. സതോ രജോ തമോയിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഓരോ വസ്തുവും പുതിയതിൽ നിന്നും പിന്നീട് പഴയതാകുന്നു. അതിനാൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അളവറ്റ സന്തോഷമുണ്ടാകണം. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു എന്ന് നിങ്ങളുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉണ്ടായിരുന്നില്ല. ഈ ലക്ഷ്മി നാരായണന്മാർ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നു എന്ന് ഭാരതവാസികൾ അറിയുന്നു. പൂജ്യരായിരുന്നവർ തന്നെ പിന്നീട് പൂജാരിയായിരിക്കുന്നു. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. ഈ നാടകം വളരെ വണ്ടർഫുള്ളാണ്. നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നു എന്നത് ആരും അറിയുന്നില്ല. ശാസ്ത്രങ്ങളിൽ 84 ലക്ഷം ജന്മങ്ങൾ എന്ന് ചേർത്തിരിക്കുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കള്ളക്കഥകളാണ്. രാവണ രാജ്യമാണല്ലോ. രാമരാജ്യവും രാവണ രാജ്യവും എങ്ങനെ ഉണ്ടാകുന്നു? ഇത് കുട്ടികളായ നിങ്ങളിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. അപ്പോൾ ശത്രുവാണല്ലോ. 5 വികാരമാണ് മനുഷ്യൻ്റെ ശത്രു. രാവണൻ ആരാണ്? എന്തുകൊണ്ട് കത്തിക്കുന്നു? ആരും അറിയുന്നില്ല. ആരാണോ സ്വയം സംഗമയുഗിയായി മനസ്സിലാക്കുന്നത് അവരുടെ സ്മൃതിയിലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ നമ്മെ രാജയോഗം പഠിപ്പിച്ച് നരനിൽ നിന്നും നാരായണനും ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരിയുമാക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളെ ഉയർന്നതിലും ഉയർന്ന നിരാകാരനായ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. എത്ര അളവറ്റ സന്തോഷമുണ്ടായിരിക്കണം. സ്കൂളിൽ സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിലും ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റുഡൻ്റാണ് എന്ന്. ആ പഠിപ്പിക്കുന്നത് സാധാരണ ടീച്ചറാണ്. ഇവിടെ നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. പഠനത്തിലൂടെ ഇത്രയും ഉയർന്ന പദവി ലഭിക്കുമ്പോൾ എത്ര നന്നായി പഠിക്കണം. വളരെ ഈസിയാണ്. രാവിലെ കേവലം അരമണിക്കൂറോ 3/4 മണിക്കൂറോ പഠിക്കണം. മുഴുവൻ ദിവസവും തൊഴിലിൻ്റെയും മറ്റും ഇടയിൽ ഓർമ്മ മറന്നു പോകുന്നു. അതിനാൽ ഇവിടെ രാവിലെ വന്ന് ഓർമ്മയിലിരിക്കുന്നു. പറയുന്നു, ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ബാബ അങ്ങ് നമ്മളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. താങ്കൾ 5000 വർഷത്തിന് ശേഷം വന്ന് പഠിപ്പിക്കുകയാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ബാബയുടെ അടുക്കൽ കുട്ടികൾ വരുന്നു. അപ്പോൾ ബാബ ചോദിക്കുന്നു, മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം സന്യാസിമാർക്കോ മറ്റോ ചോദിക്കുവാൻ സാധിക്കില്ല. അവിടെയാകട്ടെ സത്സംഗങ്ങളിൽ വേണമെന്നുള്ളവർ പോയി ഇരിക്കുന്നു. വളരെ പേരെ കണ്ട് എല്ലാവരും ഉള്ളിൽ കയറുന്നു. നിങ്ങളും ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഗീതയും രാമായണവും എല്ലാം എത്ര സന്തോഷത്തോടെയാണ് കേട്ടിരുന്നത്. യാതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അതെല്ലാം ഭക്തിയുടെ സന്തോഷമാണ്.
വളരെയധികം സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വീണ്ടും താഴേക്കിറങ്ങി വരുന്നു. പല പ്രകാരത്തിലുള്ള ഹഠയോഗവും മറ്റും ചെയ്യുന്നു. ആരോഗ്യത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ ആചാരരീതികളാണ്. രചയിതാവിനെയും രചനയെയും ആരും അറിയുന്നില്ല. അപ്പോൾ ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? രചയിതാവിനെയും രചനയെയും അറിയുന്നതിലൂടെ നിങ്ങൾ എന്തായി മാറുന്നു? അറിയാത്തതിലൂടെ നിങ്ങൾ എന്തായി തീരുന്നു? അറിയുന്നതിലൂടെ നിങ്ങൾ ധനികരാകുന്നു. അറിയാത്തതിലൂടെ അതേ ഭാരതവാസികൾ നിർധനരായിരിക്കുകയാണ്. കള്ളക്കഥകൾ ചമച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാമാണ് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എത്ര ധനവും സ്വർണവുമാണ് കൊള്ളയടിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ സ്വർണത്തിൻ്റെ കൊട്ടാരം നിർമ്മിക്കും. വക്കീൽ പഠനവും മറ്റും പഠിക്കുമ്പോൾ നമ്മൾ ഈ പരീക്ഷ പാസ്സായി പിന്നെ ഇത് ചെയ്യും, വീടുണ്ടാക്കും എന്നെല്ലാം ഉള്ളിൽ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് നമ്മൾ സ്വർഗത്തിൻ്റെ പ്രിൻസസ് ആകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്തുകൊണ്ടും ബുദ്ധിയിൽ വരുന്നില്ല. എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ സന്തോഷം മാഞ്ഞു പോകുന്നു. ചെറിയ ചെറിയ പെൺകുട്ടികൾ ഈ ജ്ഞാനത്തിൽ മുഴുകുന്നു. ബന്ധുക്കൾ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇന്ദ്രജാലമാണ് എന്ന് പറയുന്നു. നമ്മൾ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഈ അവസ്ഥയിൽ പ്രായപൂർത്തി ആകാത്തവർ ആയിരിക്കുന്നത് വരെയും മാതാപിതാക്കൾ പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. വളരെയധികം ഉരസലുകൾ ഉണ്ടാകുന്നു. തുടക്കത്തിൽ എത്ര ഉരസലുകൾ ഉണ്ടായി? പെൺകുട്ടി പറയും, എനിക്ക് 18 വയസ്സായി. അച്ഛൻ പറയും, ഇല്ല, 16 വയസ്സേ ഉള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. വഴക്കുണ്ടാക്കി പിടിച്ചുകൊണ്ടു പോകുമായിരുന്നു. പ്രായപൂർത്തിയാകാത്തവർ എന്നാൽ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് നടക്കണം. പ്രായപൂർത്തിയായാൽ പിന്നെ ആഗ്രഹിക്കുന്നത് ചെയ്യാം. നിയമവും ഉണ്ടല്ലോ. ബാബ പറയുന്നു, നിങ്ങൾ ബാബയുടെ അടുക്കൽ വരുമ്പോൾ തൻ്റെ ലൗകിക അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് അഥവാ കത്ത് കൊണ്ടുവരണം എന്ന നിയമമുണ്ട്. പിന്നെ മാനേഴ്സും നോക്കേണ്ടതുണ്ട്. മാനേഴ്സ് ശരിയല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. കളിയിലും അങ്ങനെയാണ്. ശരിയായി കളിക്കുന്നില്ലെങ്കിൽ അവരോട് പുറത്തു പോകുവാൻ പറയും. മാനം നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ യുദ്ധമൈതാനത്തിലാണ്. കൽപ്പം തോറും ബാബ വന്ന് നമ്മളെ മായയുടെ മേൽ ജയം നേടിത്തരുന്നു. മുഖ്യമായ കാര്യം പാവനമാകുന്നതിൻ്റെതാണ്. പതീതമാകുന്നത് വികാരത്തിലൂടെയാണ്. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇത് ആദ്യ മധ്യ അന്ത്യം ദുഃഖം തരുന്ന ഒന്നാണ്. ആര് ബ്രാഹ്മണനാകുമോ അവർ തന്നെ പിന്നീട് ദേവതാധർമ്മത്തിൽ വരും. ബ്രാഹ്മണരിലും നമ്പർ വാറാണ്. ദീപനാളത്തിലേക്ക് ശലഭങ്ങൾ വരുന്നു. ചിലത് എരിഞ്ഞ് മരിക്കുന്നു, ചിലത് ചുറ്റിക്കറങ്ങി പൊയ്ക്കളയുന്നു. ഇവിടെയും വന്നിരിക്കുന്നു. ചിലർ പൂർണ്ണമായും അർപ്പണമാകുന്നു, ചിലർ കേട്ട ശേഷം പിന്നെ പൊയ്ക്കളയുന്നു. ബാബ, ഞാൻ അങ്ങയുടേതാണ് എന്ന് മുമ്പ് രക്തം കൊണ്ടുപോലും എഴുതി നൽകുമായിരുന്നു. എന്നിട്ടും മായ തോൽപ്പിക്കുന്നു. അത്രയും മായയുടെ യുദ്ധം നടക്കുന്നു. ഇതിനെയാണ് യുദ്ധസ്ഥലം എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രങ്ങളാണെങ്കിൽ അനേകം ഉണ്ടാക്കിയിരിക്കുന്നുവല്ലോ. നാരദൻ്റെയും ഉദാഹരണം ഈ സമയത്തേതാണ്. നമ്മൾ ലക്ഷ്മി അഥവാ നാരായണനാകും എന്ന് എല്ലാവരും പറയുന്നു. ബാബ പറയുന്നു, സ്വയം തൻ്റെ ഉള്ളിൽ നോക്കൂ. നമ്മൾ യോഗ്യരാണോ? നമ്മളിൽ ഏതെങ്കിലും വികാരമില്ലല്ലോ. ഭക്തനാരദൻ എല്ലാവരുമാണല്ലോ.
ഇത് ഒരു ഉദാഹരണം എഴുതിയിരിക്കുന്നതാണ്. ഭക്തിമാർഗത്തിലുള്ളവർ നമുക്ക് ശ്രീലക്ഷ്മിയെ വരിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇല്ല. ജ്ഞാനം കേൾക്കുമ്പോഴാണ് സദ്ഗതി നേടുവാൻ സാധിക്കുന്നത്. പതീത പാവനായ ഞാൻ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ. ബാബ നമ്മെ രാവണ രാജ്യത്ത് നിന്നും ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാകട്ടെ ശാരീരിക യാത്രയാണ്. ഭഗവാൻ വാച മന്മനാഭവ. ഇതിൽ തിക്കും തിരക്കും കൊള്ളേണ്ട കാര്യമില്ല. അതെല്ലാം ഭക്തിമാർഗത്തിലെ തിക്കും തിരക്കുമാണ്. പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ പകൽ, പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ രാത്രി. ഇപ്പോൾ നമ്മളെല്ലാ BKസിൻ്റെയും പകുതി കൽപ്പത്തെ പകൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ സുഖധാമത്തിൽ ആയിരിക്കും. അവിടെ ഭക്തി ഉണ്ടായിരിക്കില്ല. നമ്മൾ ഏറ്റവും ധനികരാവുകയാണ് എന്ന് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. നിങ്ങളെല്ലാവരും മുൻപ് പരുക്കൻ കല്ലുകളായിരുന്നു. ഇപ്പോൾ ബാബ ഉരയിൽ വയ്ക്കുകയാണ്. ബാബ രത്ന വ്യാപാരിയാണല്ലോ. ഡ്രാമ അനുസരിച്ച് ബാബ അനുഭവി രഥത്തെയാണ് സ്വീകരിച്ചത്. ഗ്രാമത്തിലെ ബാലൻ എന്ന മഹിമയും ഉണ്ട്. ശ്രീകൃഷ്ണൻ ഗ്രാമത്തിലെ ബാലൻ എങ്ങനെയാകുവാൻ സാധിക്കും? കൃഷ്ണൻ സത്യയുഗത്തിലായിരുന്നു. കൃഷ്ണനെ ഊഞ്ഞാലാട്ടുന്നു, കിരീടമണിയിക്കുന്നു. പിന്നെ ഗ്രാമത്തിലെ ബാലൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഗ്രാമത്തിലെ ബാലൻ ശ്യാമമാണ്. ഇപ്പോൾ സുന്ദരമാകാൻ വന്നിരിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ ഉരയിൽ വയ്ക്കുന്നു. ഈ സത്യവുമായുള്ള സംഘം കൽപ്പകൽപ്പം, കൽപ്പത്തിൽ ഒരിക്കലാണ് ലഭിക്കുന്നത്. ബാക്കിയെല്ലാം അസത്യ സംഘമാണ്. അതിനാൽ ബാബ പറയുന്നു, ഹിയർ നോ ഈവിൾ. എൻ്റെയും നിങ്ങളുടെയും അപകീർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കരുത്. ജ്ഞാനത്തിൽ വരുന്ന കുമാരിമാർ പറയുന്നു, നമുക്ക് അച്ഛൻ്റെ സ്വത്തിൽ ഒരു ഓഹരി ഉണ്ട് എന്ന്. എന്തുകൊണ്ട് നമ്മൾ അതിലൂടെ ഭാരതത്തിൻ്റെ സേവനാർത്ഥം സെൻറ്റർ തുറന്നുകൂടാ? കന്യാദാനം നൽകുക തന്നെ വേണം. ആ പങ്ക് നമുക്ക് നൽകൂ. നമ്മൾ സെൻറ്റർ തുറക്കട്ടെ. വളരെ പേരുടെ മംഗളമുണ്ടാകും. ഇങ്ങനെ യുക്തി രചിക്കണം. ഇത് നിങ്ങളുടെ ഈശ്വരീയ മിഷനാണ്. നിങ്ങൾ കല്ല് ബുദ്ധിയെ പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു. ആരാണോ നമ്മുടെ ധർമ്മത്തിലുള്ളവർ അവർ വരും. വീട്ടിലെ ഒരാളായിരിക്കും ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ പുഷ്പമായി പുറത്തു വരുന്നത്. ബാക്കിയുള്ളവർ വരില്ല. പ്രയത്നം ഉണ്ടാകുന്നുവല്ലോ. ബാബ എല്ലാ ആത്മാക്കളെയും പാവനമാക്കി എല്ലാവരെയും കൊണ്ടുപോകുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സംഗമത്തിൻ്റെ ചിത്രത്തിലേക്ക് കൊണ്ടുപോകൂ. ഈ ഭാഗത്ത് കലിയുഗം, ആ ഭാഗത്ത് സത്യയുഗമാണ്. സത്യയുഗത്തിലാണ് ദേവതമാർ, കലിയുഗത്തിൽ അസുരന്മാരാണ്. ഇതിനെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. ബാബ തന്നെയാണ് പുരുഷോത്തമം ആക്കി മാറ്റുന്നത്. ആര് പഠിക്കുമോ അവർ സത്യയുഗത്തിൽ വരും. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. പിന്നെ അവരവരുടെ സമയത്ത് വരും. ഈ ഗോളത്തിൻ്റെ ചിത്രം വളരെ നല്ലതാണ്. കുട്ടികൾക്ക് സേവനത്തിൻ്റെ താല്പര്യമുണ്ടാകണം. നമ്മൾ ഇങ്ങനെയെല്ലാം സേവനം ചെയ്ത് ദരിദ്രരെ ഉദ്ധരിച്ച് അവരെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റും. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തന്നെ നോക്കണം. നമുക്ക് ശ്രീലക്ഷ്മി ശ്രീനാരായണന് സമാനമാകാൻ സാധിക്കുമോ? നമ്മിൽ ഏതെങ്കിലും വികാരമില്ലല്ലോ. ചുറ്റി സഞ്ചരിക്കുന്ന ശലഭമാണോ അതോ അർപ്പണമാകുന്നതാണോ? ബാബയുടെ മാനം പോകുന്ന തരത്തിലുള്ള മാനേഴ്സ് ഇല്ലല്ലോ.
അളവറ്റ സന്തോഷത്തിലിരിക്കാനായി അതിരാവിലെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം, പഠിക്കണം. ഭഗവാൻ നമ്മെ പഠിപ്പിച്ച് പുരുഷോത്തമൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സംഗമയുഗിയാണ്. ഈ ലഹരിയിൽ ഇരിക്കണം. വരദാനം: സർവ ഗുണങ്ങളുടെയും അനുഭവങ്ങളിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ബാബയുടെ ഏതെല്ലാം ഗുണങ്ങൾ പാടുന്നുവോ ആ സർവ ഗുണങ്ങളുടെയും അനുഭവിയാകൂ. ഏതുപോലെ ബാബ ആനന്ദത്തിന്റെ സാഗരമാണ്. അപ്പോൾ ആ ആനന്ദത്തിന്റെ സാഗരത്തിന്റെ അലകളിൽ ആടിക്കൊണ്ടിരിക്കൂ. ആര് തന്നെ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ആനന്ദം, സ്നേഹം, സുഖം, എല്ലാ ഗുണങ്ങളുടെയും അനുഭൂതി ഉണ്ടാക്കിക്കൂ. ഇങ്ങനെ സർവ ഗുണങ്ങളുടെയും അനുഭവി മൂർത്തിയാകൂ. അപ്പോൾ താങ്കളിലൂടെ ബാബയുടെ രൂപം പ്രത്യക്ഷമാകും. കാരണം മഹാനാത്മാക്കളായ താങ്കൾക്ക് തന്നെയാണ് പരമാത്മാവിനെ തൻ്റെ അനുഭവി മൂർത്തിയിലൂടെ പ്രത്യക്ഷമാക്കുവാൻ സാധിക്കുന്നത്. സ്ലോഗൻ: കാരണത്തെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി അശുഭമായ കാര്യത്തെയും ശുഭമാക്കിയെടുക്കൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ബ്രാഹ്മണരുടെ ലൈഫ് അഥവാ ജീവിതത്തിൻ്റെ ജീവദാനം പവിത്രതയാണ്. ആദി അനാദി സ്വരൂപം തന്നെ പവിത്രതയാണ്. ഞാൻ അനാദി ആദി പവിത്ര ആത്മാവാണ് എന്ന സ്മൃതി വന്നു എന്നിരിക്കെ, സ്മൃതി വരിക എന്നാൽ പവിത്രതയുടെ സമൃദ്ധി വരിക എന്നാണ്. സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവുമായ ആത്മാക്കൾ യഥാർത്ഥ പവിത്ര സംസ്കാരം ഉള്ളവരാണ്. അപ്പോൾ നിജ സംസ്കാരങ്ങളെ എമർജ് ചെയ്ത് ഈ പവിത്രതയുടെ പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു.
പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.